പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിനയെ സംബന്ധിച്ചാണ്. ജോൺ സിനയുടെ അടുത്ത മത്സരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കിടിലൻ അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ജോൺ സിനയുടെ മത്സരം കൺഫേം ആയതിനു ശേഷം ജോൺ സിനയുടെ അടുത്ത മത്സരം എന്നായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് മെയ് മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ നടക്കാൻ പോകുന്ന WWEയുടെ വീക്കിലി സ്പെഷ്യൽ എപ്പിസോഡുകളിൽ ഒന്നായ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലാണ് ജോൺസിനയുടെ മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ നമുക്ക് ഞായറാഴ്ചയാണ് ലൈവായിട്ട് കാണാൻ സാധിക്കുക. ജോൺസിനയുടെ പോസ്റ്ററാണ് ഇപ്പോൾ WWE പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ജോൺസിനയുടെ പോസ്റ്ററായിട്ട് തന്നെ ആ താരം വരുന്നു എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് കൊണ്ട് തന്നെ ജോൺസിനയുടെ മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സൂപ്പർ താരമായ റാൻഡി ഓർട്ടന് എതിരെയാണ് വില്ലനായ ജോൺസിന് അദ്ദേഹത്തിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് ബാക്ക് സ്റ്റേജ് അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് സെലീന വെഗ പുതിയ വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആയതിനെ സംബന്ധിച്ചാണ്. സെലീന വെഗ ചെൽസി ഗ്രീനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചാമ്പ്യൻ ആയ ആ ഒരു റിസൾട്ട് എന്നെ സംബന്ധിച്ച് വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇതേ ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് WWEയുടെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജ് അപ്ഡേറ്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ അവർക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് കുറേയധികം റെസ്ലേഴ്സ്, പ്രത്യേകിച്ച് വുമൻസ് ഡിവിഷനിലെ മറ്റ് റെസ്ലേഴ്സൊക്കെ ചെൽസി ഗ്രീൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മത്സരം കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ റഫറി ആ 3 കൗണ്ട് ചെയ്തതിന് ശേഷമാണ് സെലീന വെഗ വിജയിച്ചു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ എത്തിയത്. കാരണം അത്തരം ഒരു പ്ലാൻ WWEയുടെ സ്മാക്ഡൗണിൻ്റെ ക്രിയേറ്റീവ് ടീമിന് ഉള്ളതായിട്ട് മറ്റ് വുമൺ റെസ്ലേഴ്സിനെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. മാനേജ്മെൻറ്റ് ടീമിലെ തന്നെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു ടൈറ്റിൽ ചേഞ്ച് നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു അറിവ് ഉണ്ടായിരുന്നുള്ളൂ. ക്രിയേറ്റീവ് ടീമിലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്ക് സ്റ്റേജിൽ തന്നെ ഇത് ഭയങ്കര സീക്രട്ടായിട്ട് വെച്ചിട്ടുള്ള ഒരു ടൈറ്റിൽ ചേഞ്ച് ആയിരുന്നു. ചെൽസി ഗ്രീൻ ക്യാരക്ടറൊക്കെ ഇത്രയും കിടിലമായി കൊണ്ടുപോകുന്ന സമയത്ത് സെലീന വെഗയിലേക്ക് ആ ഒരു ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്ത് താരം മാറി നിൽക്കുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സെലീന വെഗയുടെ ഈ ടൈറ്റിൽ റണ്ണ് എങ്ങനെയാണ് ആ താരം എലിവേറ്റ് ചെയ്യാൻ പോകുന്നത്, ആ താരം ചെൽസി ഗ്രീൻ ഈ ഒരു ടൈറ്റിൽ കൊണ്ടുപോയ പോലെ ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോകുമോ എന്നുള്ളതൊക്കെ ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയണം. അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജ് അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് TLC മത്സരത്തെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചും വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു റിവ്യൂസാണ് WWEയുടെ ഉള്ളിൽ തന്നെ അവർക്ക് ലഭിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത് PW ഇൻസൈഡറാണ്. അപ്പോൾ അവരുടെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു TLC മത്സരം എന്തുകൊണ്ട് റെസ്ൽമേനിയ 41 ആഡ് ചെയ്തില്ല എന്നുള്ള വലിയൊരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് സ്മാക്ഡൗണിൽ ഇത്രയും കിടിലമായിട്ടുള്ള ഒരു മാച്ചും ഈ 3 ടാഗ് ടീമും കൂടിയിട്ട് കളിച്ചത്. മത്സരത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്തു എന്നുള്ളത് ഒരു ടോക്കിംഗ് പോയിന്റ് അല്ല എന്നുള്ളതും, മത്സരത്തിൽ ഈ 3 ടീമും എടുത്ത എഫേർട്ട്, അവർ ആർക്കും ഇഞ്ചുറി ഇല്ലാത്ത രീതിയിൽ ആ മത്സരം അവസാനിപ്പിച്ച രീതി, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും ടാഗ് ടീം മത്സരങ്ങൾക്ക് പൊതുവെ അങ്ങനെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു റിവ്യൂസ് ഒന്നും മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ വരാറില്ല. പക്ഷേ ഈ മത്സരം കണ്ടതിന് ശേഷം എല്ലാവരും ഒരുപോലെ അതിമനോഹരമായിട്ടുള്ള ഒരു മത്സരം എന്ന് പറഞ്ഞ് എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ബാക്ക് സ്റ്റേജിൽ പങ്കുവെക്കുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടാഗ് ടീം ഡിവിഷനിൽ ഇത്തരത്തിൽ പ്രത്യേക സ്റ്റിപ്പുലേഷൻസും പ്രത്യേക ടൈപ്പ് മത്സരങ്ങളും ഇനി വരുന്ന ആഴ്ചകളിൽ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു റൂമറും പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് നിലവിൽ WWEയിലെ സൂപ്പർ താരങ്ങൾ ഹോളിവുഡിലേക്ക് കൂടുമാറുന്നതിനെ സംബന്ധിച്ചാണ്. അതിൽ ലിവ് മോർഗനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളിൽ പല കൂട്ടുകാരും കണ്ടിട്ടുണ്ടാകും. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിക് ഓൾഡിസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ലിവ് മോർഗൻ ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അത് സ്റ്റോറി ലൈൻ പ്രകാരമുള്ളതല്ല, താരം ഹോളിവുഡ് സിനിമയിലേക്ക് പോകുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. താരത്തിൻ്റെ ഒരു ബിഗ് റോൾ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സിനിമയുടെ ഒരു കാസ്റ്റ് അത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ലിവ് മോർഗന് അതിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു മേജർ റോളാണ് ആ ഒരു പടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ താരം ഇനി കുറച്ച് നാളുകൾ ഈ ഷൂട്ടിന് പിറകെ പോകും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ചില അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ലിവ് മോർഗൻ്റെ WWEയുടെ ഷെഡ്യൂളും ഈ സിനിമയുടെ ഷെഡ്യൂളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ മാറി നിൽക്കേണ്ടി വരില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ലിവ് മോർഗൻ മാറി നിൽക്കും എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന ആഴ്ചകളിൽ നമുക്ക് ലിവ് മോർഗൻ അപ്പിയർ ചെയ്യുമോ എന്നുള്ളത്
എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിലവിലെ വുമൺസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ലിവ് മോർഗൻ സിനിമ മൂലം മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ അത് താരം ടൈറ്റിൽ ഉടനെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു മൊമെന്റ് നമുക്ക് കാണിച്ചു തന്നേക്കാം. മറ്റൊരു അപ്ഡേറ്റ് സൂപ്പർ താരമായ ഡ്രൂ മാക്കിൻഡയറിനെ സംബന്ധിച്ചാണ്. PW ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ഡ്രൂ മാക്കിൻഡയറും ഒരു മേജർ റോൾ ചെയ്യാൻ വേണ്ടി ഹോളിവുഡിലേക്ക് ഉടനെ തന്നെ പോകാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമായി ദ റോക്കിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു മുഖമായിട്ട് ഡ്രൂ മാക്കിൻഡയർ അനൗൺസ് ചെയ്യപ്പെട്ടതെല്ലാം ഹോളിവുഡിലേക്ക് കൂടുമാറുന്നതിന് മുൻപുള്ള ഡ്രൂവിൻ്റെ ചെറിയ ചെറിയ പ്രൊജക്റ്റുകളാണ് എന്നും വലിയ പ്രൊജക്റ്റുകൾ വലിയ സിനിമ റോളുകൾ ഡ്രൂവിന് ഇനി വരാൻ പോകുന്നുണ്ട് എന്നും PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഡ്രൂ മാക്കിൻഡയർ ചെറിയ രീതിയിൽ ഹോളിവുഡ് സിനിമയിൽ തല കാണിച്ചു വന്നതാണ്. എന്നാൽ ഇനി വരാൻ പോകുന്നത് ഒരു മേജർ റോൾ ആയിരിക്കും എന്നുള്ളതും ഡ്രൂ മാക്കിൻഡയറിൻ്റെ ഹോളിവുഡിലേക്കുള്ള പോക്കിനെ സംബന്ധിച്ച് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഡ്രൂ മാക്കിൻഡയർ ഹോളിവുഡിലേക്ക് കുറച്ച് സമയം മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ താരം ഇനി മെയിൻ ഇവൻ്റ് പിക്ചറിലേക്ക് ഉടനെയൊന്നും കയറാൻ സാധ്യതയില്ല. കഴിഞ്ഞ സ്മാക്ഡൗണിൽ തന്നെ ഒരു US ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഒരു അവസരം കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് സ്റ്റോറി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും ആ സിനിമയൊക്കെ കഴിയുന്നത് വരെ ഡ്രൂ മാക്കിൻഡയർ ആ ഒരു സ്റ്റോറിയിൽ തന്നെ മുന്നോട്ട് പോകാനും സിനിമ കഴിഞ്ഞ് വന്നാൽ മെയിൻ ഇവൻ്റ് പിക്ചറിലേക്ക് അതായത് വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കയറാനും സാധ്യതയുണ്ട്. ഹോളിവുഡിലേക്ക് പോയി തിളങ്ങിയാൽ ബാറ്റിസ്റ്റ, റോക്ക്, ജോൺസിന അങ്ങനെ ആ ഒരു നീണ്ട നിരയ്ക്ക് ശേഷം ഇനി ഡ്രൂ മാക്കിൻഡയറും കൂടി ആ ഒരു നിരയിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. താരത്തിൻ്റെ ഫിസിക്കും താരത്തിൻ്റെ ക്യാരക്ടർ വർക്കും എല്ലാം ഒരു ഹോളിവുഡ് സിനിമയിലെ വില്ലന് ചേർന്ന ഒരു മാനറിസങ്ങളും കൂടി ഉള്ളത് കൊണ്ട് തന്നെ താരം ഹോളിവുഡിലേക്ക് പോയി അവിടെ സക്സസ് ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് OTC റോമൻ റെയിൻസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല പങ്കുവെക്കാനുള്ളത്. റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അവർ പങ്കുവെക്കുന്ന റിപ്പോർട്ട് റോമൻ റെയിൻസ് ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിലാണ് ഇനി തിരികെ വരാൻ സാധ്യത ഉള്ളൂ എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് മെയ് മാസത്തിൽ നടക്കുന്ന ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റ് അടക്കമുള്ള എപ്പിസോഡുകളിൽ ഒന്നും റോമൻ റെയിൻസ് ഭാഗമായിരിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോമൻ റെയിൻസിനെ അഡ്വർടൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി എന്ന് റോമൻ റെയിൻസ് തിരികെ വരും എന്നുള്ള പല കൂട്ടുകാരുടെയും സംശയങ്ങൾക്കൊരു ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. ജൂൺ മാസത്തിൻ്റെ ഒരു പ്രത്യേകത മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റാണ്. അപ്പോൾ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപ് റോമൻ റെയിൻസ് വന്ന് ചിലപ്പോൾ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ലാറ്റർ മത്സരത്തിലേക്കുള്ള ഒരു ക്വാളിഫയിങ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാനും ആ മത്സരത്തിൽ പങ്കെടുക്കാനും സാധ്യതയുണ്ട്. നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. നിലവിൽ റോമൻ റെയിൻസിൻ്റെ സ്റ്റോറി തുടങ്ങി വെച്ചിരിക്കുന്നത് സെത്ത് റോളിൻസിൻ്റെ പുതിയ ഫാക്ഷന് എതിരെയാണ്. കൂടാതെ പോൾ ഹേമൻ റോമൻ റെയിൻസിനെ ചതിച്ചതും CM Punkന്റെ ഒപ്പം റോമൻ റെയിൻസ് കൂടെ നിന്ന് സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുമോ എന്നുള്ള പല ചോദ്യങ്ങളും ബാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് റോമൻ റെയിൻസിൻ്റെതായി അവർ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രൂട്ടലായിട്ടുള്ള ബ്രോൺ ബ്രേക്കറിൻ്റെ ആക്രമണത്തിന് ശേഷമുള്ള റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവും റോമൻ റെയിൻസ് ബ്രോൺ ബ്രേക്കറിനെയും സെത്തിൻ്റെ ഫാക്ഷനെയും അടിക്കുന്നതുമൊക്കെ കാത്തിരിക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് ചെറിയ നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണെങ്കിലും ഇനി വരുന്ന സമയത്ത് റോമൻ റെയിൻസ് അതികിടിലമായിട്ട് തിരികെ വരും എന്നും റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂൺ മാസത്തിൽ ഇനി റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ പ്രതീക്ഷിച്ചാൽ മതി. ഇനി മറ്റ് അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്കും എത്തിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.